അമ്മേ ശരണം ദേവി ശരണം. അപ്പോൾ കൊടുങ്ങല്ലൂർ കാവിലെ കോഴിക്കല്ല് മൂടൽ ചടങ്ങ്, ഇവിടെയും ഉണ്ട് നിരവധി അവകാശങ്ങൾ. ഏതായാലും പഴയ കാലത്തെ കാവിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാതെ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് നീതികേടായി പോവും എന്നതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കാം. കാരണം ഈ തലമുറയിലുള്ളവർ അത് കേൾക്കണം. നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഹൈന്ദവ ആചാരങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് അറിയണം. പണ്ടൊക്കെ കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ കാവ് പിന്നെ രക്തക്കളമായിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതായത് കോഴിക്കല്ല് ഇരിക്കുന്ന ഭാഗത്തൊക്കെ കാൽപാദം മൂടുന്ന രീതിയിൽ കോഴിയുടെ ചോരയായിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭക്തര് കൊണ്ടുവരുന്ന ആയിരക്കണക്കിന് കോഴികളെ കോഴിക്കല്ലിന് സമീപം വെച്ച് തന്നെ തലയറുത്ത് രക്തം കോഴിക്കല്ലിൽ സമർപ്പിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ തലയറുത്തിട്ട് തല വലിച്ചെറിയും. ആ കോഴിത്തല വെറുക്കാൻ നാട്ടുകാരൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. അത് ഒരു കൊട്ടയിലാക്കി തലച്ചുമടായിട്ട് കൊണ്ടുപോയി കറി വെച്ച് കഴിക്കുക. ഇതാണ് നാട്ടുകാരുടെ ആ സമയത്തുള്ള ഒരു വിനോദം എന്ന് പറയുന്നത്. അന്നൊക്കെ കോഴിയെ വാങ്ങി കഴിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലല്ലോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കറി വെച്ച് കഴിക്കുക, അതേ നിവൃത്തിയുള്ളൂ. പക്ഷേ ഹൈന്ദവരുടെ ശാക്തവീര്യം കെടുത്തുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടെ EMS മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാല് 1968 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ആ കോഴിയെ അറുക്കുന്ന ആ ഒരു ബലികർമ്മം എന്ന് പറയുന്നത് നിർത്തലാക്കിയത്. അതിനുശേഷം കോഴിയെ സമർപ്പിക്കലും കുമ്പളങ്ങ സമർപ്പിക്കലും ഒക്കെയായി മാറി ചടങ്ങുകൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് മീനമാസത്തിലെ തിരുവോണം നാളിലെ കോഴിക്കല്ല് മൂടൽ ചടങ്ങിനെ കുറിച്ചാണല്ലോ. ഈ ദിവസം ഭഗവതി ദാരികനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു എന്നുള്ളതാണ് സങ്കല്പം. അതായത് കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ ആ യുദ്ധം ആരംഭിച്ചു. ആ ചടങ്ങിനുള്ള അവകാശം എന്ന് പറയുന്നത് ഭഗവതി വീട്ടുകാർക്കുള്ളതാണ്. ഭഗവതി വീട്ടുകാർ വടക്കേ നടയിലുള്ള കോഴിക്കല്ലുകൾക്ക് സമീപം, കൃത്യമായി പറഞ്ഞാൽ വടക്ക് ഭാഗത്ത് കുഴി വെട്ടി കോഴിക്കല്ലുകൾ അതിലേക്ക് മറിച്ചിട്ട് മൂടുന്നു. ശേഷം അതിന് മുകളിൽ ചുവന്ന പട്ട് വിരിക്കും. ഒരു മണ്ണിന്റെ തിട്ട പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ പട്ട് വിരിക്കും. അതോടെ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് കഴിഞ്ഞു. അതിനുശേഷം ഭഗവതി വീട്ടുകാർ വിളിച്ചു ചോദിക്കും, തച്ചോളി വീട്ടിൽ കോഴി ഹാജരുണ്ടോ എന്നുള്ളത്. അപ്പോൾ 3 തവണ തച്ചോളി വീട്ടിലെ കാരണവർ ഉണ്ടെന്ന് പറയുകയും ചെയ്യും. 2 പൂവൻ കോഴികളെ സമർപ്പിക്കുകയും ചെയ്യും. ബലി ഉണ്ടായിരുന്ന കാലത്ത് ആദ്യം ആ കോഴികളെ തച്ചോളി വീട്ടുകാർ തന്നെ ആണ് അവിടെ സമർപ്പിക്കാറ്. ഇപ്പോൾ സമർപ്പിക്കൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം കേരളത്തിന്റെ വടക്കും കിഴക്കും ഭാഗത്തുള്ളവരും ആലപ്പുഴയിൽ നിന്നുള്ളവരും വന്നു തുടങ്ങി. പിന്നെ ഭക്തര് സമർപ്പിക്കുന്ന കോഴികളെ അറുക്കുന്നത് ചാലിയ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവരാണ് കോഴികളെ അറുത്ത് തലകൾ വലിച്ചെറിയുന്നത്. അതാണ് ഈ കൊടുങ്ങല്ലൂരത്തെ നാട്ടുകാർ പെറുക്കിയെടുത്തിരുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ കൊടുങ്ങല്ലൂരുകാർക്ക് തമാശ രീതിയിൽ കോഴിത്തല പെറുക്കികൾ എന്നുള്ള പേര് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് തന്നെയാണ് കോഴിക്കല്ല് മൂടിയതിന് ശേഷം ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ വേണാടൻ കൊടികളും കെട്ടുന്നത്. അന്ന് മുതൽ ദേവി ദാരികനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു എന്നുള്ളതാണ് സങ്കല്പം. കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാലും പതിവ് പോലെ പൂജാ കർമ്മങ്ങൾ ഭരണി നാൾ വരെ നടക്കുമെങ്കിലും വേറെയും ധാരാളം പ്രത്യേകതകൾ ഈ കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാലുണ്ട്. അത് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ നന്ദി, നമസ്കാരം.